ഗഫൂർ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താനുണ്ടെങ്കിൽ വിദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്. അതിനെ തുടർന്നുണ്ടെങ്കിൽ വീട്ടിലെ സാധനങ്ങളും അതോടെ തന്നെ വീട് വിൽക്കാൻ പോകുന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഗഫൂറിനെതിരെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് താനെന്തോ ഇങ്ങനെ ചെയ്യുന്നത്, ആ വീടിലുണ്ടെങ്കിൽ ഇത് കണക്ക് പാതി അവകാശം ഉണ്ടെങ്കിൽ സിലുവിനും ഇല്ല, അവളറിയാതാണോ വിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഭയങ്കര ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടാൻ വേണ്ടി ആ വീട് അവിടെ വെച്ചുകൂടെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയുള്ള സത്യാവസ്ഥയൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ വീടിന് എന്തെങ്കിലും കടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, അതല്ലാതെ വിൽക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അറിയാതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആൾക്കാർ കേൾക്കുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ മൊത്തത്തിൽ ഇതേ കണക്ക് കയറി അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇല്ലാതെ വിൽക്കത്തില്ല. പിന്നെ എവരി അമ്മ അറിഞ്ഞിട്ടാണോ അറിയാതാണോ ഈ വീഡിയോ വിൽക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഇത് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളായിട്ട് ഊഹിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എന്തായിരുന്നാലും ശരി, ഇതിനെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഗഫൂർ പിന്നെ പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് തീരുമാനിക്കുന്നു.